നീ എന്നാടെ ഈ ചെറിയ പിള്ളേരെ കളി കളിക്കുന്നത്? നീ എൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കടാ. ഇതൊന്നും അനക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാണ് ഈ ഗെറ്റ് ടുഗദറിന് വരാൻ വേണ്ടിയിട്ട്? എടാ അനക്കും ആഗ്രഹമില്ലേ ഈ 10ാം ക്ലാസ്സിൽ നമ്മളെ പഴയ ടീംസിനെല്ലാം കാണണമെന്ന്? നീ എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി. ഞാനിപ്പോൾ ശരിയാക്കിയിട്ടേ ഉള്ളൂ. എടാ അനക്ക് ആടുന്ന് ലീവ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? ചായ എടുക്കട്ടെ? ചായ എടുത്തട്ടെ. അല്ല ചോദിക്കട്ടെ, നമ്മൾ വിവി ഒന്നിനാ ഗെറ്റ് ടുഗദറിന്? ഓന് ഓൻ്റെ അമ്മായിക്ക് എന്തോ സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പര്യാപ്ത പോയി. ജെയ്സനോ? ഓന് ഇറാഖിലല്ലോ. ശൈലേഷോ? ഓന് കോളേജ് ഗെറ്റ് ടുഗദർ മാത്രമേ പറ്റുള്ളൂ പോലും. 10ാം ക്ലാസ് ഗെറ്റ് ടുഗദർ പറ്റൂല പോലും. അതെ. ശ്യാമം? ഓന് 2005 പെമ്പിള്ളറെല്ലാം പെണ്ണുങ്ങളായില്ലേ, ഞാൻ എന്തിനാ വരുന്നതെന്നാ ചോദിക്കുന്നത്. മാനം കെട്ട മാറി. പെമ്പിള്ളേർ കാര്യം പറയാൻ നീ ഓള് 3ാമത്തെ വെറ്റ് കിടക്കല്ലേ? ഓള് സൗദിയിൽ ഭർത്താവിൻ്റെ അടുത്ത് പോയി. നസ്രിയ? ഓളെ ഭർത്താവ് വിടൂല ഓള്. ഓ ഇത് നമ്മളൊരു ടീമില്ലല്ലോടാ. അല്ലടാ ഈ ഗെറ്റ് ടുഗദർ പരിപാടി ഇടുന്നിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ ഇത്ര ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ട് വലിയ ഹോളാണ് ഞാൻ ബുക്ക് ചെയ്തിന്. അത് മസ്കോട്ടിൽ. ആടുത്ത ആ MD എല്ലാം എന്നെ വിളിച്ച് പറയാത്ത തെറിയില്ല. കുഴിമാടത്തുള്ള അപ്പൂപ്പനെ വരെ വിളിച്ച് അയാൾ തെറി. എന്നിട്ട് അവസാനം കയ്യും കാലും പിടിച്ച് ആടുന്ന് ഊരി. എന്നിട്ടെന്ത് ഞാൻ ബീച്ച് സൈഡിൽ ഒരു ചെറിയ റൂം എടുത്ത്. അത്രയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റ് പൈസ കൊടുക്കേണ്ടി വരില്ല. അല്ല ചോദിക്കട്ടെ, ആരെല്ലാം വന്നതില്ല? ഒന്ന് ഞാൻ മറ്റേ മനീഷ. ഏത് നമ്മളെ ആ 3 നേരത്തെ ഇറക്കത്തില്ല? ഓളെ തന്നെ. പിന്നെ ഞാൻ നീ ഒരിക്കൽ വന്ന് വേറെ മനീഷയും. അല്ല മനീഷ ഒരിക്കൽ വന്ന്. ഞാൻ നീ മനീഷ ഒരിക്കൽ വന്നല്ലേ, പിന്നെ വേറെ വേറെ ഇപ്പൊ ഇത്ര ആള് വരാണ്ടിരിക്കുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ രണ്ടാളും കൂടി 6 റൂം എടുത്ത് അത്ര തന്നെ. നീ മനീഷ 2005 SSLC ഫുൾ ബാച്ച് ഗെറ്റ് ടുഗദർ ബീച്ച് കട്ടമുറി. എടാ ചായ വേണ്ട കേട്ടാ. ഇറങ്ങടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്ന്.